ഭാരതീയ സാഹിത്യ മീമാംസയെ വളരെ കൃത്യമായി വിലയിരുത്തിയ മഹാപണ്ഡിതന്മാരുടെ ഒരു നിര മലയാളത്തിന് അവകാശപ്പെടാനാവും. പി കൃഷ്ണൻ നായർ, ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, എം പി ശങ്കുണ്ണി നായർ, ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി, ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ, അയ്യപ്പ പണിക്കർ സാറ്, ഡി വിനയേന്ദ്രൻ, സി വി വാസുദേവൻ ഭട്ടതിരി, കെ സുകുമാരപിള്ള, ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ, ഡോക്ടർ സി രാജേന്ദ്രൻ, നെല്ലിക്കൽ മുരളീധരൻ, മാലൂർ മുരളീധരൻ, പി സി വാസുദേവൻ ഇളയത്, എൻ വി കൃഷ്ണവാര്യർ, ഡോക്ടർ സുകുമാർ അഴീക്കോട്, ഡോക്ടർ ടി ഭാസ്കരൻ, ഡോക്ടർ കെ കുഞ്ചുണ്ണിരാജ, ഇത്തരത്തിൽ എടുത്തു പറയാവുന്ന സംഭാവനകൾ അർപ്പിച്ച മഹാനുഭാവന്മാരായ പണ്ഡിത വിമർശകന്മാർ നമുക്കുണ്ടായിരുന്നു. അവർ ഭാരതീയ സാഹിത്യ മീമാംസയുടെ ആഴം കണ്ടറിഞ്ഞു എന്ന് മാത്രമല്ല, ഭാരതീയ സാഹിത്യ മീമാംസ കാലഹരണപ്പെട്ടതാണ് എന്ന ചില പുരോഗമനവാദികളുടെ നിലപാടുകളെ ശക്തിയുക്തം അവർ ചോദ്യം ചെയ്തു. ഭാരതീയ കലാതന്ത്രത്തിൻ്റെ വിവിധ വഴികളിലൂടെ എങ്ങനെയാണ് ഭാരതീയ സാഹിത്യധാരണകൾ വികസിച്ചത് എന്ന് കൃത്യമായി ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചു. പഴയ പൊരുൾ ഉപയോഗിച്ച് പുതിയ കൃതികളെ പഠിക്കുവാൻ സാധിക്കുമെന്നും ഇവർ തെളിയിച്ചു. എന്ന് മാത്രമല്ല, പുതിയ സജ്ജീകരണങ്ങളോടുകൂടി പ്രാചീന ഭാരതീയ സാഹിത്യ മീമാംസയെ വിലയിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും അവർ വിരൽ ചൂണ്ടി. ആ നിരയിൽ നമുക്ക് അഭിമാനപൂർവം ചേർക്കാവുന്ന പേരാണ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ സാറിൻ്റേത്. അദ്ദേഹം ഇന്നും നമ്മുടെ സാഹിത്യ ലോകത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നത് ആഹ്ലാദം പകരുന്ന കാര്യമാണ്. കാസർഗോഡ് പെരിയ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം കോഴിക്കോട് ദേവഗിരി സെൻറ് ജോസഫ്സ് കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലുമൊക്കെ പഠനം പൂർത്തീകരിച്ച ശേഷം ഹിന്ദിയിലും മലയാളത്തിലും MA ബിരുദം നേടി പിന്നീട് തൃശ്ശൂർ കേരളോർമ്മ കോളേജ്, കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. 5 കൊല്ലം കേരള സാഹിത്യ അക്കാദമിയുടെയും 5 കൊല്ലം കേരള സംഗീത നാടക അക്കാദമിയുടെയും സെക്രട്ടറിയായിരുന്നു. കോഴിക്കോട് സർവകലാശാലയുടെ വിവിധങ്ങളായ സമിതികളിൽ ഉന്നത നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹം നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഉപദേശ സമിതി അംഗം എന്ന നിലയിലും സ്തുത്യർഹമായി പ്രവർത്തിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെയും വൈലോപ്പള്ളി സ്മാരക സമിതിയുടെയും പൂന്താന സ്മാരക ട്രസ്റ്റിൻ്റെയും തൃശ്ശൂർ പബ്ലിക് ലൈബ്രറിയുടെയും ഒക്കെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. നിരവധി കൃതികളുടെ കർത്താവാണ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ സാർ. ഇന്ത്യൻ ജനാധിപത്യ സംസ്കാരം, ഭാരതീയ സാഹിത്യ ഇന്ത്യയുടെ ആത്മാവ്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ആത്മീയതയുടെ അടിവേരുകൾ, ഭക്തിഭാരതം, എന്താണ് ഹിന്ദുമതം, ജയശങ്കർ പ്രസാദ്, അത് മലയാള പരിഭാഷ, ഭാരത പര്യടനം ഹിന്ദി പരിഭാഷ, അത് ഡോക്ടർ A അരവിന്ദാക്ഷനുമൊത്ത് നിർവഹിച്ച ഗംഭീരമായ പ്രവർത്തനമായി. പ്രതിമാനം, അത് ഹിന്ദി പരിഭാഷയാണ്. അതോടൊപ്പം CN ശ്രീകണ്ഠൻ നായരെ കുറിച്ചുള്ള പഠനങ്ങൾ സമാഹരിച്ചുകൊണ്ട് CN ശ്രീകണ്ഠൻ നായർ ഓർമ്മയിലും പാഠത്തിലും എന്ന പുസ്തകം, IM വേലായുധൻ നന്മയുടെ നറുനിലാവ് എന്ന പുസ്തകം, MV ദേവൻ്റെ ദേവസ്പന്ദനത്തിൻ്റെ എഡിറ്റർ, ഇത്തരത്തിൽ കഴിഞ്ഞ 5 ദശകത്തിലേറെയായി നമ്മുടെ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളെ തൻ്റേതായ നിലയിൽ സമ്പന്നമാക്കിയ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ സാറിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഭാരതീയ സാഹിത്യ ചിന്തയുടെ ആത്മാവ്. കേരള സാഹിത്യ അക്കാദമിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായി ഈ പുസ്തകത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നിരവധി ദശകങ്ങളായി ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പൗരസ്ത്യ സാഹിത്യ മീമാംസ പരിനിഷ്ഠിതമായ പാണ്ഡിത്യത്തിൻ്റെ പിൻബലത്തിൽ പഠിപ്പിച്ച, താൻ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് നല്ല ഉൾക്കാഴ്ചയോടെ സംസാരിക്കാൻ പ്രാപ്തിയുള്ള, നിരന്തരം നവീകരണത്തിന് സുസജ്ജമായൊരു മനസ്സാണ് ഡോക്ടർ പി വി കൃഷ്ണൻ നായരെ ശ്രദ്ധേയനാക്കുന്നത്. സാഹിത്യ തത്വചിന്തയിലും
അതിൻ്റെ അന്വേഷണ വഴികളിലും ഉണ്ടാവുന്ന വികാസം അങ്ങേയറ്റം പാകശാലിത്വമാർന്ന സമീപനത്തിലൂടെ അദ്ദേഹം കണ്ടറിയുന്നു. താൻ അറിഞ്ഞ കാര്യങ്ങൾ വെടിപ്പുള്ള ഭാഷയിൽ യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്നു. പ്രഭാഷകൻ എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹം ഗംഭീരമായ സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. നമ്മുടെ ധൈഷണിക മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ഭാരതീയ സാഹിത്യ ചിന്ത, വിശേഷിച്ച് കൃഷ്ണൻ നായർ സാറിൻ്റെ അഭിപ്രായത്തിൽ ഭാരതീയ സാഹിത്യ മീമാംസയുടെ എവറസ്റ്റ് കൊടുമുടിയായ ധ്വനി സിദ്ധാന്തത്തെയാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ധ്വനി സിദ്ധാന്തത്തെ കേവലം ഒരു പുസ്തകത്തിൽ ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല. എന്നാൽ ഭരതൻ്റെ രസദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധ്വനി ദർശനത്തെ സമഗ്രമായി അദ്ദേഹം ഇവിടെ ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ധ്വനിമാർഗത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പേരിൽ ഈ പുസ്തകത്തിന് എഴുതിയ കാമ്പുള്ള അവതാരികയിൽ ഡോക്ടർ സി രാജേന്ദ്രൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായരുടെ ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷതകൾ ഒന്നൊന്നായി കാണിച്ചു തരുന്നുണ്ട്. 10 അധ്യായങ്ങളിലായി സംവിധാനം ചെയ്തിട്ടുള്ള ഈ പുസ്തകം ഭാരതത്തിൻ്റെ കാവ്യചിന്താ പാരമ്പര്യം, രസസിദ്ധാന്തത്തിൻ്റെ കഥ, ധ്വനി ദർശനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം, ധ്വനി എന്ന നൂതന സങ്കേതം, ആനന്ദവർദ്ധനും ധ്വനിയും, ധ്വനി വിഭാഗം, ധ്വനിയും കാവ്യശില്പവും, ധ്വനി നിരൂപണത്തിൻ്റെ മാനദണ്ഡം, ധ്വനിയും മറ്റു ദർശനങ്ങളും, പാശ്ചാത്യ സാഹിത്യ ദർശനവും ധ്വനി സിദ്ധാന്തവും എന്നിങ്ങനെ ധ്വനി ദർശനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ്. നമുക്കറിയാം, ധ്വനി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതീയ സാഹിത്യ മീമാംസയുടെ ഗംഭീരമായ സങ്കല്പനത്തെ ഇതര സിദ്ധാന്തങ്ങളുമായി ഇണക്കിച്ചേർത്ത് താരതമ്യ സ്വഭാവത്തോടെ പഠിക്കുവാൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ശ്രമിക്കുന്നു. ഇത് ആനന്ദവർദ്ധനൻ എന്ന മഹാജ്ഞാനിയായ ധ്വനിദർശനത്തിൻ്റെ ആത്മാവ് തിരിച്ചറിഞ്ഞ ആ ഭാരതീയ സാഹിത്യ മീമാംസകൻ്റെ വഴിയിലൂടെയുള്ള സഞ്ചാരം തന്നെയാണ്. എന്ന് മാത്രമല്ല, ധ്വനിദർശനവുമായി ബന്ധപ്പെട്ട് പൂർവകാലത്തുണ്ടായ പഠനങ്ങൾ നന്നായി മനനം ചെയ്തും തനിക്ക് യോജിപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ തെളിമയോടെ പറയുകയും തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളെ സഭ്യമായ ഭാഷയിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സാറ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേവലമായ ഒരു സാഹിത്യ വിശകലനത്തിനപ്പുറം ദാർശനികവും തത്വചിന്താപരവുമായ തലങ്ങളിലൂടെ ധ്വനി ദർശനത്തെ അദ്ദേഹത്തിന് ആവിഷ്കരിക്കാൻ കഴിയും. 9-ാം നൂറ്റാണ്ടിൽ കാശ്മീര ദേശത്ത് ഭൂജാതനായ ആനന്ദവർദ്ധൻ്റെ ധ്വന്യാലോകം എന്ന കൃതി മനസ്സിരുത്തി പഠിക്കുകയും ആ കൃതിയുടെ അടിസ്ഥാനത്തിൽ പൗരസ്ത്യ സാഹിത്യ മീമാംസയെ വിശകലനം ചെയ്യുകയും പാശ്ചാത്യ സാഹിത്യ മീമാംസയുടെ, വിശേഷിച്ച് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും കോൾറിഡ്ജും അതോടൊപ്പം തന്നെ T.S. എലിയറ്റും അടക്കം I.A. റിച്ചാർഡ്സ് അടക്കമുള്ളവരെ പഠിച്ചുകൊണ്ട് നമ്മുടെ ഭാരതീയ സാഹിത്യ സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഭരതനും ഭട്ടലൊല്ലടനും അഭിനവഗുപ്തനും ലൊല്ലടനും ദണ്ഡിയും ഭട്ടനായകനും ഭാമഹനും ജഗന്നാഥ പണ്ഡിതനും മമ്മടനും ശങ്കുകനും അപ്പയ്യയും രുദ്രടനും അടക്കമുള്ളവരെ ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ ധ്വനിദർശനത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ പഠിക്കുന്ന ഈ പുസ്തകം പൗരസ്ത്യ സാഹിത്യ മീമാംസ പഠിതാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, സാഹിത്യ വിമർശനത്തിൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. പി വി കൃഷ്ണൻ നായർ സാറിൻ്റെ ഈ സംഭാവനയെ ഞാൻ ആദരവോടെ നോക്കിക്കാണുന്നു. ഇനി നമുക്ക് ആനുകാലികങ്ങളിലേക്ക് പ്രവേശിക്കാം.